ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വേളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉടുപ്പി പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിളിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള യാത്രയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അവിടുന്ന് കുക്കെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടുപ്പിയിലേക്ക് പോണ യാത്രയിലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. പിന്നെ ടെമ്പിളിൻ്റെ കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിളിൽ നിന്ന് പോണ വഴി ഉടുപ്പിയിലേക്കുള്ള വഴിയിൽ ഉജിറെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ധർമ്മസ്ഥല വഴി കർക്കല്ല ഉടുപ്പി അങ്ങനെയാണ് കേട്ടോ പോണത് നമ്മൾ. അപ്പോൾ ധർമ്മസ്ഥല നമ്മൾ കണ്ടു കേട്ടോ, പോകുമ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു, പക്ഷേ അവിടെ കയറിയില്ല. ഇനി ഉടുപ്പിയിലെത്തുമ്പോൾ വൈകും എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ കയറി തൊഴാനൊന്നും പറ്റിയില്ല കേട്ടോ. പണ്ട് പിന്നെ നമ്മളവിടെ പോയിട്ടുണ്ടായത് കാരണം നമ്മളവിടെ കയറിയില്ല. അപ്പം നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളൊക്കെ ദക്ഷിണ കർണാടകയിൽ പെടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ചെറിയൊരു കാട് പോലെ ഉൾപ്രദേശമാണ് കേട്ടോ. അതേ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലെ തെങ്ങുകളും ശരിക്കും നമുക്ക് കേരളമാണെന്നേ പറയുള്ളൂ. ഇതേ കണ്ടോ, പഴയ വീടുകൾ, ആ ഓടിട്ട വീടുകളൊക്കെ പണ്ടത്തെ കേരളത്തിലെ ഒരു ഛായയുണ്ട് കേട്ടോ. നമ്മൾ പോയ സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ, പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്ക് ഇടയ്ക്ക് മഴയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ഇതൊരു കാട്ട് പ്രദേശമാണ്. അപ്പം നമ്മൾക്ക് വിശന്നു തുടങ്ങിയപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയതാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻ്റായിരുന്നു. അപ്പോൾ അവിടെ നിർത്തി നമ്മൾ ലഞ്ച് കഴിച്ചു കേട്ടോ. ആദിത്യ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇവിടെ എനിക്കൊന്ന് ഹോട്ടലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പം നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച സംഭവങ്ങളൊക്കെ തന്നെ കിട്ടി അവിടെ. എല്ലാം ഉണ്ട്, ഊണുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞത്, ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഫ്രണ്ടിലായാലും റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലായാലും നിറയെ കാർ പാർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു സീനറി ആയിരുന്നു കേട്ടോ. ആ ബാക്കിലൊരു മലയും ഒരു പുഴയൊക്കെ ആയിട്ട് നല്ലൊരു സീനറി ആയിരുന്നു. അവിടെ മഴക്കാർ ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ട്. നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. മഴ കിട്ടുകയും ചെയ്തു നമുക്ക് അവിടുന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ശക്തമായിട്ടൊരു മഴ പെയ്തിരുന്നു കേട്ടോ. നല്ലൊരു സീനറി ഉള്ളൊരു അതിൻ്റെ ഫ്രണ്ടിൽ നല്ല രസമുണ്ട്. അതേ പുഴയൊക്കെ ഉണ്ടോ. മഴക്കാർ ഉരുണ്ട് കൂടിയിരിക്കുന്നുണ്ടോ. മഴ വരുത് കൂടെ കൊണ്ടുവാ. നല്ല സീനറി കേട്ടോ അവിടെ, സൂപ്പർ സീനറിയാണ്. അവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്, അവിടെയും കാടാണ്. ഇവിടെ നല്ലൊരു ഡ്രൈ ഫ്രൂട്ട്സ് സ്പൈസ് ഷോപ്പ്. ഹോട്ടൽ കേട്ടോ, ഹോട്ടൽ ആദിത്യ നെസ്റ്റ്. അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം നിന്ന് കേട്ടോ, കാരണം നല്ല മഴക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട്, തണുത്തൊരു കാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ചൂട് സമയത്ത് അങ്ങനെ വന്നപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ ആ സീനറിയും അതൊക്കെ ആസ്വദിച്ച്. അവിടെ കുട്ടികൾക്ക് ഇതേ ഒരു ചെറിയൊരു കുഞ്ഞി പാർക്കൊക്കെ ഉണ്ട് കേട്ടോ, ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ആ തണുത്ത കാറ്റും ഒക്കെ ഒന്ന് കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ എന്നിട്ട് നമ്മളിനി മടങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇനി ഉടുപ്പിയിലേക്ക് പോകുമ്പോൾ ധർമ്മസ്ഥല കർക്കല്ല വഴിയാണ് കേട്ടോ പോണത്. അപ്പോൾ ധർമ്മസ്ഥല ടെമ്പിളിൻ്റെ ഗോപുരത്തിന് മുന്നിൽ കൂടാണ് കേട്ടോ പോയത്. പക്ഷെ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഉടുപ്പിയിൽ വരുമ്പോഴേക്കും ലേറ്റ് ആവും കേട്ടോ. ഇതല്ലേ. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ അതേ കണ്ടോ, അതിൻ്റെ ഗോപുരമാണ് കാണുന്നത്, ധർമ്മസ്ഥല ടെമ്പിൾ. പണ്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ, പണ്ട് നമ്മൾ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ കയറണില്ല, കാരണം ഉടുപ്പിയിലെത്താൻ വൈകും. അതുകൊണ്ട് തന്നെ വീടുകൾ തറവാടുകളൊക്കെ കേരളത്തിൻ്റെ ഇവിടെ എന്തോ ഉണ്ട്, ശാരദ
പോസ്റ്റ് ഗ്രാജുവേറ്റ് സെൻറ്റർ. ഈ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ പഴയ പണ്ടത്തെ വീടുകൾ പോലെ തോന്നില്ലേ? നോക്കൂ, പണ്ടത്തെ കടകൾ, ഗ്രാമ. നമുക്ക് കന്നഡ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, കേരളം തന്നെ കണ്ടു കഴിഞ്ഞാൽ. നോക്കിയേ, നോക്കൂ, കേരളത്തിലെ ഒരു പഴയ വീടുകളുടെ ഒക്കെ ഒരു ഛായല്ലേ ഈ വീടിനൊക്കെ? ഒരു ഛായല്ലേ പഴയ വീടുകളിന്? അപ്പം അതൊക്കെ ആ വീടൊക്കെ കണ്ടോ? എല്ലാം കേരളത്തിലെ വീടുകൾ പോലെ തന്നെ പഴയ വീടുകളുടെ ഒരു ഛായ. എല്ലാ വീടുകളും ഓടിട്ട. ഇപ്പം കേരളത്തിലിങ്ങനെ ഓടിട്ട വീടൊന്നും കാണാനില്ല കേട്ടോ. പണ്ടത്തെ ഒരു 80കളിലൊക്കെ ഉള്ളൊരു. അപ്പോഴേക്കും നല്ലൊരു മഴ കിട്ടി കേട്ടോ. റോഡിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. ഫുള്ള് മഴ പെയ്തിട്ട് നല്ല മഴയാണ് കേട്ടോ ഇവിടെ. റോഡിലൊക്കെ കണ്ടോ വെള്ളം? അപ്പം നമ്മളൊരു 6:30 ആ ഒരു സമയമായപ്പോൾ ഉടുപ്പിയിലെത്തി കേട്ടോ. അപ്പം നമ്മൾ ഗോപുരം, ഉടുപ്പിയുടെ ഗോപുരം. അപ്പം നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. മറ്റേത് പണ്ട് ഫ്രണ്ട് സൈഡിൽ കൂടെ ആയിരുന്നു കയറ്റുന്നത്. ഇപ്രാവശ്യം ഓരോരോ പ്രാവശ്യവും മാറ്റങ്ങളാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ജസ്റ്റ് നമ്മൾ ആ കാർ പാർക്ക് ചെയ്തിട്ട് പോയി ആ വഴിയിൽ ജസ്റ്റ് ഒരു സൈഡിൽ കൂടെ എന്ന് പറയാം, ബാക്ക് സൈഡിൽ കൂടെ അങ്ങനെയാണ് കേട്ടോ ക്യൂ നിൽക്കാനായിട്ട് കയറേണ്ടത്. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ അതിലേക്കൂടെയാണ് ക്യൂ നിന്നത്. ദേ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഉൾഭാഗം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റാത്ത കാരണം നമ്മൾ പുറമേയൊക്കെ കുറച്ച് വീഡിയോ എടുത്താണ്. ഇവിടുത്തെ ഉള്ളിൽ ഞാൻ കുറച്ച് ഭാഗം എടുത്താണ്. കുളം, അമ്പലത്തിൻ്റെ കുളമാണിത്. അപ്പം നമ്മൾ സുഖമായിട്ട് തൊഴുതു കേട്ടോ. സുഖമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്പെഷ്യൽ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ പൈസ കൊടുത്ത്, പണ്ടൊന്നും അങ്ങനെ നമുക്കല്ലാതെ തന്നെ ഫ്രീ ദർശനമായിരുന്നു, അങ്ങനെയായിരുന്നു. കുറച്ച് സമയം നിൽക്കണം. ഇപ്പോൾ അവിടെ 200 രൂപ ആണോ 100 രൂപയാണോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ തൊഴാം. അപ്പം ഞങ്ങൾ അത് എടുത്തു കേട്ടോ. അപ്പോൾ വേഗം തൊഴുതിട്ട് ഇനി നമുക്ക് മൂകാംബിക എത്തണമല്ലോ. മൂകാംബികയാണ് നമുക്ക് താമസിക്കാനായിട്ട് റൂം ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സുഖമായിട്ട് തൊഴുതു കേട്ടോ. ഭഗവാനെ സുഖമായിട്ട് തൊഴുത് അവിടുന്ന് നമ്മൾ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അമ്പലത്തിലെ ഫുഡാണ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം നമ്മൾ മൂകാംബിക എത്തി കേട്ടോ. മൂകാംബിക എത്തിയിട്ട് റൂം കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ റൂം നല്ലൊരു വലിയൊരു റൂമാണ്. മൂകാംബിക പാലസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു കേട്ടോ. അത് ഇരിക്കാനായിട്ട് സെറ്റ് ചെയ്യും. പിന്നെ 3 ആൾക്ക് കിടക്കാനായിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലെ നമുക്ക് മൂകാംബിക ദേവിനെ തൊഴാൻ പോകണം. നേരത്തെ പോകണം കേട്ടോ, കാരണം തിരക്ക് ഉണ്ടാവും. അത് കാരണം തന്നെ നമുക്ക് നേരത്തെ എണീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊഴാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ കിടക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഉടുപ്പി അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ചെന്നപ്പോൾ തന്നെ 6:30 മണിയായി. പിന്നെ തൊഴലും അവിടുത്തെ അന്നദാനം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇരുട്ടായി. പിന്നെ അവിടുന്ന് പിന്നെ ഇവിടെ എത്തുകയും വേണമല്ലോ, മൂകാംബികയിലേക്ക് എത്തുകയും വേണമല്ലോ. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളെ എടുത്തുള്ളൂ. അപ്പോൾ ഉടുപ്പി ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നാളത്തെ വീഡിയോയിൽ മൂകാംബികയിലെ കാഴ്ചകളുമായിട്ട് വരാം കേട്ടോ. താങ്ക്